അപ്പൊ ഈ ചില പ്രേക്ഷകർ പറയുന്നു നമ്മളെ കൂടെ ഒന്ന് കാണിക്കണം, ആവേശം ഒന്ന് അലതല്ലണം എന്ന് പറയുന്നു. ഇനി കാണിച്ചോളൂ PCR, നമ്മളെ കൂടെ കാണിച്ചോളൂ. നമുക്ക് മറ്റേ നമ്മുടെ ആ ഗ്രാഫിക്സിന്റെ ഇതാണ് ഗ്രാഫിക്സ്. കണ്ട CM നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ VD സതീശനുണ്ട്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രന്റെ ആ ഡാൻസിന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നന്നായി ഗ്രാഫിക് ഒരു ടെക്നോക്രാറ്റിന്റെ കാൽവയ്പ് അതിൽ കാണുന്ന ഞാൻ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ആവേശം അലതല്ലുകയാണ് കേരളത്തിന്റെ ആകാശത്ത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഈ 6 സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യമാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കലാശപ്പൂരം എവിടെ നിന്നാണെന്ന് നമ്മൾ നോക്കിക്കോട്ടെ പ്രിയപ്പെട്ടവരെ. നേരത്തെ പേരൂർക്കടയാണ്. PCR എവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്? പറയൂ. പറയാൻ പറ്റും. PCR ഉറങ്ങിയെന്ന് തോന്നുന്നു. ഉണരൂ. പേരൂർക്കട, തവനൂർ, കോട്ടയം, ആറന്മുള അടക്കം എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിന്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡലാസ്ഥാനങ്ങളിലും അവിടെ പ്രചരണം അതിന്റെ പരമാവധിയിലേക്ക് ഉയരുന്നുണ്ട്. പേരാമ്പ്ര അടക്കം ചുരുക്കം ചില സ്ഥലങ്ങളിൽ കുട്ടിക്കലാശമില്ല. മാണി കാപ്പനും ചാണ്ടിയുമ്പിന് കുട്ടിക്കലാശമില്ല. അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിലെ ചില ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്തുള്ള കുട്ടിക്കലാശം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും കുട്ടിക്കലാശം, ആവേശം, വാനോളം. പ്രിയപ്പെട്ടവർ, 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോഴേക്കും ഇനി 1.5 മണിക്കൂർ പോലും ഇല്ല. അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രൻ സ്ഥിരം പ്രേക്ഷകൻ പറയുന്നു, എന്തൊക്കെ കാണണം, നമ്മൾ ഡാൻസ് കണ്ടു, എന്തൊക്കെ കാണണം പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ ചിമ്പൻസി വളരെ അപൂർവമായി മാത്രം കേരളത്തിൽ കാണുന്ന ആൾക്കുരങ്ങിന്റെ നൃത്ത പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സർഗധനായ ആ ചിമ്പൻസിയുടെ ആൾക്കുരങ്ങിന്റെ നൃത്ത പ്രകടനം ഒരുപക്ഷെ നമ്മുടെ ഇനി ഇടുക്കിയിൽ കണ്ട ചേട്ടനെ കടത്തിവിട്ടുന്ന നൃത്ത പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിരമ്പം, കൊടികയറ്റം, ആവേശത്തിന്റെ കടലിരമ്പം. അത് ജെൻസിയുടെ അല്ലേ? ഇവിടെ ഒരാളിന്റെ കുറവുണ്ടായിരുന്നു, ദീപക് തർമ്മടത്തിന്റെ കാര്യം. ഒരു മുട്ടയ്ക്ക് മറുമുട്ട പറയാനായിട്ട് ദീപക് മുട്ടകൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടിയാണ്. ഈ ചേട്ടൻ നേരത്തെ മെസ്സി ടീഷർട്ട് അത് മാറ്റി കുടമാറ്റം പോലെ ടീഷർട്ട് മാറ്റി കളിക്കുകയാണ്. പക്ഷേ സ്റ്റെപ്പിനകത്ത് നമ്മുടെ ഇടുക്കിയിലെ ചേട്ടൻ തന്നെ ഒരു പടി മുന്നിൽ. ആ ചേട്ടന്റെ മുഖത്തിൽ വിരിഞ്ഞ പല ഭാവങ്ങളൊക്കെ എനിക്കൊന്ന് ഇതുപോലൊരു ഡാൻസ് ലോകത്തും കണ്ടാണ്. ലാസ്യം, ഭീവത്സം, ശൃംഗാരം, എല്ലാ ഭാവങ്ങളും മിന്നി പറയുന്ന ആ മുഖം, അതൊരു പ്രത്യേക മുഖമാണ്. പിന്നെ ഒന്നുകൂടെ തെളിയിച്ചു, ഡാൻസിങ്ങിനും കളിക്കാം. എന്തായാലും വളരെ നന്നായി. ഓക്കെ, ചുവപ്പൻ കുടികൾ പാറുന്നു. ഇതെനിക്ക് തോന്നുന്നത് അത് നിയമമായിരുന്നു. ഇതെവിടെ അറിയില്ല. ഇവിടെ 2 ചേട്ടന്മാര്, ഇവിടെ 2 മില്ലേനിയം ചേട്ടന്മാർ നാഞ്ഞു കളിക്കുന്ന ഗംഭീരമായ കളി അവിടെ കാണുന്നുണ്ട്. നേരത്തെ ഇടുക്കിയിലെ ചേട്ടൻ കളിയുണ്ട്, പല സ്ഥലങ്ങൾ കളിയുണ്ട്. അവിടെ രാജൻ പല്ലന്റെ വയറിൽ ആലേഖനം ചെയ്ത ആ പുലിച്ചേട്ടൻ, അരമണി കിലുക്കി ആ പുലിച്ചേട്ടൻ അവിടെ നിൽക്കുകയാണ്. പുലിച്ചേട്ടൻ അവിടെ ഒരു ഗരിമ, ആ വയറിന്റെ ഗരിമ. നമുക്ക് കുടവേറാണ്, പക്ഷെ അത് കേവലം കുടവേറല്ല. തൃശ്ശൂരിന് അത് പൂരത്തിന്റെ ആവേശ കാഴ്ചയാണ്. പൂരമില്ല തൃശ്ശൂർ, ഒന്നുമില്ല. പൂരത്തെ ഓർമ്മിപ്പിക്കാത്ത ഒന്നും ഒരാഘോഷവും തൃശ്ശൂരില്ല. തൃശ്ശൂർ രാജൻ പല്ലന്റെ ചിത്രമാലം ചെയ്ത ഒരു പുലിക്കുടവേറ അവിടെ നിൽക്കുന്നു. ബാക്കിയല്ല. കാസർഗോഡ് ഓളമായി പൊടി പുറത്തി അടിച്ചു കയറുന്ന ഇത് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കാസർഗോട്ടും ആവേശം ഒട്ടും ഒടുങ്ങിയിട്ടുള്ള ആവേശത്തോടെ അലതല്ലുകയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലൂടെ ആവേശം പറന്നു വരുന്നു. ഒരു ആയിരക്കണക്കിന് ആളുകൾ കാസർഗോഡിനെ വർണ്ണാഭമാക്കാൻ വേണ്ടി വരികയാണ്. വ്യത്യസ്ത മുന്നണികളിലുള്ള ആളുകൾ. ഇത് ഇടതുപക്ഷ മുന്നണികളുടെ പ്രവർത്തകരാണ്. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാസർഗോഡും ആവേശത്തിന്റെ ആവേശത്തിന് കഴക്കൂട്ടത്ത് വി മുരളീധരൻ വാശിയേറിയ പോരാട്ടമാണ് കഴക്കൂട്ടത്ത് കാഴ്ചവെക്കുന്നത്. ആദ്യമൊക്കെ വി മുരളീധരനോ എന്ന് ചോദിച്ചവർക്കൊക്കെ തന്നെ ഒരുപക്ഷെ അത്ഭുതമുണ്ടാക്കി. മുരളീധരൻ കനത്ത പോരാട്ടം നടത്തുന്നു കഴക്കൂട്ടത്ത്. അവിടെ നിങ്ങൾക്കറിയുന്നത് പോലെ മത്സരിക്കുന്നത് കടകംപള്ളി ശരത്ചന്ദ്ര പ്രസാദ്, UDFന്റെ സ്ഥാനാർത്ഥി ടി ശരത്ചന്ദ്ര പ്രസാദും അതുപോലെ LDF സ്ഥാനാർത്ഥിയായിട്ട് കടകംപള്ളി സുരേന്ദ്രനും മത്സരിക്കുന്നത്. ഇപ്പോൾ ശബരിനാഥന്റെ ചിത്രം, ശബരിനാഥൻ നിന്ന് കുലുങ്ങുന്ന കാഴ്ചയാണ്. അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കുലുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ അവിടെ ആദ്യ വിൻഡോയിൽ കാണുന്ന മൊട്ടച്ചേട്ടൻ ആഞ്ഞു കളിക്കുന്നു. ഇടുക്കിയിലെ ചേട്ടൻ കുറച്ച് ക്ഷീണിച്ചു തോന്നുന്നു. ആ ചേട്ടൻ ചെറുതായി ക്ഷീണിച്ചു, ചായ കുടിച്ച് വരാൻ വേണ്ടി ചേട്ടൻ പോയതാണ്. ഈ മൊട്ടച്ചേട്ടൻ ആഞ്ഞു കളിക്കുകയാണ്. അങ്ങനെ പ്രായമുള്ള ചേട്ടന്മാരെ പ്രായത്തിന്റെ ആവേശത്തെ മറികടന്നുകൊണ്ട് പൊട്ടുന്നു എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശ്രീലേഖ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ റിനു ശ്രീധർ ആവേശത്തോടെ നിൽക്കുന്നുണ്ട്. റിനു ശ്രീധർ, പറയൂ വിവരങ്ങൾ.
എനിക്കൊരു പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ഈ ആവേശത്തിന്റെ ഇടയ്ക്ക് വോട്ടെടുപ്പ് തിങ്കളാഴ്ച, വോട്ടെടുപ്പല്ല, വോട്ട് ചെയ്യുന്ന ദിവസമാണ്. വോട്ട് ചെയ്യുന്ന തിങ്കളാഴ്ച, വോട്ടെണ്ണൽ 4-ാം തീയതി, വോട്ടെടുപ്പ് ഏപ്രിൽ വ്യാഴാഴ്ച, വരുന്ന വ്യാഴാഴ്ച, ഏപ്രിൽ 9, ഈ വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 9 മറ്റന്നാൾ 4-ാം തീയതി വോട്ടെണ്ണൽ. അപ്പോ ഇനിയിപ്പോ അബദ്ധം വരത്തില്ല. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഈ വ്യാഴാഴ്ചയാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ മറ്റന്നാൾ, ചൊവ്വാഴ്ച, നാളെ മറ്റന്നാൾ. അപ്പൊ ഇനി നമ്മൾ വ്യാഴാഴ്ച എന്ന് പറയുന്നതിന് മറ്റന്നാളാണ്. മറ്റന്നാൾ നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നു, വോട്ട് ചെയ്യുന്നു, പരമാവധി വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക. വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ വോട്ട് ഇത്തവണ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. ജനാധിപത്യ സമ്മതിദാനാവകാശം വലിയ വിലപ്പെട്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാഴാക്കാതിരിക്കുക. ഓരോ വോട്ടും പ്രധാനമാണ്. കഴക്കൂട്ടത്ത് റിനൂസ് അവിടെ നേമത്ത് നൃത്തം, അവിടെ പേരൂർക്കട നൃത്തം, തിരുവനന്തപുരം നൃത്തം, നേമത്ത് നൃത്തം, പേരൂർക്കട, തവനൂർ, കോട്ടയം, ആറന്മുളയൊക്കെ നൃത്തത്തോട് നൃത്തം. റിനൂസ് റിനു കഴക്കൂട്ടത്ത് റിനു എന്തുണ്ട്? അവസാന മണിക്കൂറിലേക്ക് കടക്കുന്നു ആവേശം. എങ്ങനെയാണ് അതിന്റെ പരകോടിയിലേക്കുള്ള ഉയർച്ച? റിനു. ഹാഷ്മി, ആവേശത്തിരയിളക്കം തന്നെയാണ് കഴക്കൂട്ടത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കഴക്കൂട്ടത്തിന്റെ കൊട്ടിക്കലാശമുള്ളത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്ത് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി വി മുരളീധരനും അതുപോലെ തന്നെ പ്രവർത്തകരും മാത്രമാണ് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ ടി ശരത്ചന്ദ്ര പ്രസാദും ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ആവേശം തന്നെയാണ് കഴക്കൂട്ടത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണ്ഡലങ്ങൾ BJP വിജയപ്രതീക്ഷയുണ്ട്. ആ വിജയപ്രതീക്ഷയിൽ ആദ്യത്തെ 3 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കഴക്കൂട്ടമുണ്ട് എന്നുള്ളതാണ്. കഴക്കൂട്ടത്തിന് വലിയ ആധിപത്യം. 2016 വി മുരളീധരൻ മത്സരിക്കുമ്പോൾ വെറും 7000 ഉണ്ടായിരുന്ന വോട്ട് 42,000 മാറ്റുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വി മുരളീധരന്. അതിനുശേഷം 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടായി. പക്ഷേ ഏകദേശം 24,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. നിലവിലെ MLA കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.